മലയാളത്തിന്റെ ഗാംഭീര്യമാർന്ന ആ ശബ്ദസിംഹാസനം. ഇത് ശോഭി തിലകൻ എന്ന വോയിസ് മാന്ത്രികന്റെ ജൈത്രയാത്ര. മലയാള സിനിമയിൽ ഒരു ശബ്ദം കൊണ്ട് മാത്രം കഥാപാത്രത്തിന്റെ വിധി കുറിക്കാനാകുമെന്ന് തെളിയിച്ച ഇതിഹാസം. അഭിനയ ചക്രവർത്തി തിലകന്റെ പൈതൃകം പേരുദോഷമില്ലാതെ കാത്തുസൂക്ഷിക്കുന്ന മകൻ എന്നതിലുപരി സ്വന്തം ശബ്ദം കൊണ്ട് മലയാളികളുടെ കാതുകളിൽ അനുരണനമായി മാറിയ ഒരാൾ ശോഭി തിലകൻ. ഞാൻ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് മാത്രമെന്നായിരുന്നു പലരും കരുതിയത്. 2 പതിറ്റാണ്ടിലേറെയായി 100-ലധികം സിനിമകളിൽ അനേകം കഥാപാത്രങ്ങൾക്ക് ആത്മാവു നൽകിയ ഈ ശബ്ദശില്പി തന്റെ കരിയറിനെക്കുറിച്ച് തുറന്നു പറയുന്നു. എനിക്ക് ഡബ്ബിംഗ് മാത്രമേ താൽപ്പര്യമുള്ളൂ, അഭിനയത്തിലേക്ക് വരില്ലെന്ന് പലരും കരുതിപ്പോയി. ശോഭിയുടെ ഈ വാക്കുകളിൽ താൻ അനുഭവിച്ച ഒരുതരം മാറ്റിനിർത്തലിന്റെ സൂചനകളുണ്ട്. പക്ഷെ സ്റ്റേജിന്റെയും സ്ക്രീനിന്റെയും ഇടയിൽ ആ ശബ്ദം അലിഞ്ഞുചേർന്നത് ചരിത്രം. അഭിനയം വേണ്ടെന്നുവച്ചവർക്ക് മറുപടി സിനിമയിലൂടെ. റിയാസ് ഖാന്റെ വില്ലൻ വേഷങ്ങൾക്ക് മലയാളിത്തമുള്ള ഗാംഭീര്യം നൽകിയപ്പോൾ തന്നെ ആരാധകർ ഉറപ്പിച്ചു, ഇത് വെറുമൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റല്ല. അഭിനയത്തിലേക്ക് വരാതെ ഡബ്ബിംഗിൽ മാത്രം ഒതുങ്ങിക്കൂടാനായിരുന്നു പലരും ശോഭിക്ക് നൽകിയ ഉപദേശം. എന്നാൽ കാമറയ്ക്ക് മുന്നിലും താൻ ഒട്ടും പിന്നിലല്ലെന്ന് ഓരോ വേഷത്തിലൂടെയും അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ടെക്നോളജിയും മാറുന്ന ഡബ്ബിംഗ് രീതികളും. ഇന്ന് സാങ്കേതികവിദ്യ വളർന്നു, ലോകത്തിന്റെ ഏതു കോണിലിരുന്നും ഡബ്ബ് ചെയ്യാം. സിനിമയുടെ വളർച്ചയെ ഒരു റീൽ ടു റിയൽ മൊഴിയായി ശോഭി കാണുന്നു. പക്ഷേ ടെക്നോളജി എത്ര മാറിയാലും ആ ശബ്ദത്തിലെ ബേസ് അനുകരിക്കാൻ ആർക്കും കഴിയില്ല എന്നതാണ് സത്യം. പഴശ്ശിരാജയിലെ ആ ശബ്ദം, പുരസ്കാരങ്ങളിലേക്കുള്ള കുതിപ്പ്. സാക്ഷാൽ ശരത്കുമാറിന്റെ പഴശ്ശിരാജയിലെ പ്രകടനത്തിന് ജീവൻ നൽകിയത് ശോഭി തിലകന്റെ ശബ്ദമായിരുന്നു. മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുള്ള സംസ്ഥാന പുരസ്കാരം 2 തവണ അദ്ദേഹത്തെ തേടിയെത്തിയതും ഈ ശബ്ദഗരിമയ്ക്ക് ലഭിച്ച അംഗീകാരമാണ് അനർക്കെന്നും. ഡബ്ബിംഗ് മാത്രമല്ല, ഇനി നടനെന്ന വ്യക്തിത്വം. സീരിയലുകളായാലും സിനിമകളായാലും ശോഭി തിലകൻ സ്ക്രീനിൽ വരുമ്പോൾ പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നത് ആ ശബ്ദം മാത്രമല്ല, അദ്ദേഹത്തിലെ നടനെ കൂടിയാണ്. ഏതു വേഷമായാലും ആത്മാവിലേക്കുള്ള വഴി ഒരു ശബ്ദത്തിലൂടെ തുറക്കുന്ന ആ മാജിക്, അതാണ് ശോഭി തിലകൻ സിഗ്നേച്ചർ.